ഓഫ് ട്യൂഷൻ്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലൈമറ്റ് ഇൻ ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന ക്ലൈമറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനകത്ത് വർഷം മുഴുവനും ഹോട്ടും വെറ്റുമായിട്ടുള്ള ക്ലൈമറ്റ് ആണ് പൊതുവെ അനുഭവപ്പെടുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവനും ഡയറക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ സൺറൈസ് ആണ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഹൈ ടെമ്പറേച്ചർ കാരണം ഇവോപ്പറേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂൺസിൽ ഹെവി കൺവെക്ഷണൽ റെയിൻഫാൾ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആനുവൽ റെയിൻഫാൾ പറയുന്നതും വളരെ ഹൈ ആണ്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഹാസ് എ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. The average temperature is consistently high, around 27 degrees Celsius. This is because the region receives direct vertical sunrays all year. High temperatures cause a lot of evaporation, leading to heavy convectional rainfall in the afternoon. The annual rainfall is high and there is no distinct dry season. Question: why are tropical rainforests also called equatorial evergreen forest? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും വിളിക്കുന്നത്? അപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. കാരണം വർഷം മുഴുവനും ഈ ഒരു ഫോറസ്റ്റ് വന്നിട്ട് ഗ്രീൻ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു ഏരിയയിൽ വർഷം മുഴുവനും ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ റെയിൻഫാളും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് പ്ലാന്റ്സിന് കൂടുതൽ വളരാൻ വളരെ സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റ് പോലെ ഇതിലുള്ള ഈ ഒരു ഏരിയയിലുള്ള ട്രീസ് ഒരുമിച്ച് ലീവ്സ് ഷെഡ് ചെയ്യില്ല. അത് പല സീസണായിട്ടാണ് അവർ ഷെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ഏരിയയിലത്തെ ഫോറസ്റ്റുകളിൽ ഗ്രീൻ ആയിട്ട് തന്നെ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Tropical rainforests are called equatorial evergreen forest because they remain green all year. The region has high temperature and rainfall throughout the year, which is ideal for plant growth. Unlike in other forests, the trees do not shed their leaves all at the same time during a specific season. Different trees have their own cycles for seeding, flowering, and shedding leaves. This continuous process ensures that the forest always looks green and full of life. Question: explain why the equatorial rainforests are called the lungs of the world. എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിനെ ലങ്സ് ഓഫ് ദ വേൾഡ് എന്നും അറിയപ്പെടുന്നത്? അപ്പോൾ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിനെ നമ്മൾ ലങ്സ് ഓഫ് ദ വേൾഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു ഫോറസ്റ്റിൽ വന്നിട്ട് ധാരാളം ട്രീസും പ്ലാന്റ്സും നമുക്ക് കാണാൻ കഴിയും. ഈ ട്രീസും പ്ലാന്റ്സും ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെ ആ ഒരു ഏരിയയിലുള്ള, അതായത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ അബ്സോർബ് ചെയ്യുകയും മറ്റ് ജീവജാലങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഓക്സിജന് ഹ്യൂജ് എമൗണ്ടിൽ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു ഫോറസ്റ്റിനെ ലങ്സ് ഓഫ് ദ വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The equatorial rainforests are called the lungs of the world because of their vital role in the global ecosystem. These vast and dense forests contain a massive number of trees and plants. Through the process of photosynthesis, they absorb huge amounts of carbon dioxide from the atmosphere. At the same time, they release large quantities of oxygen, which is essential life on Earth. Question: describe the different layers of vegetation found in an equatorial rainforest. ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് വെജിറ്റേഷനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ 3 ലെയേഴ്സ് ഓഫ് വെജിറ്റേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ പറയുന്നത് ടോപ്പ് ലെയർ, പിന്നെ വരുന്നത് ഇൻ്റർമീഡിയറ്റ് ലെയർ, പിന്നെ വരുന്നത് ലോവർ ലെയർ ആണ്.
ടോപ്പ് ലെയർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒത്തിരി ടോൾ ആയിട്ടുള്ള ട്രീസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം 150 ഫീറ്റ് ഹൈറ്റ് ആണ് ആ ഒരു ട്രീസിനൊക്കെ വരുന്നത്. പിന്നെ അതിന്റെ താഴെ വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ലെയർ. ഇതിനകത്ത് നമുക്ക് സ്മോളർ ട്രീസ് ആണ് കാണാൻ കഴിയുന്നത്. അവയുടെ ഹൈറ്റ് പറയുന്നത് അബൌട്ട് 60 ഫീറ്റോളം ആയിരിക്കും. പിന്നെ വരുന്നതാണ് ലോവസ്റ്റ് ലെയർ അല്ലെങ്കിൽ ലോവർ ലെയർ എന്ന് പറയാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്മോൾ ട്രീസും ഷ്രബ്സ് ഒക്കെയാണ്. ഇവിടെ ഹൈറ്റ് പറയുന്നത് 30 ഫീറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് 3 ലെയർ ആയിട്ട് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ വരുന്ന വെജിറ്റേഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: Equatorial rainforests have distinct layers of vegetation based on the height of the plants and the amount of sunlight they receive. The top layer is the upper layer with very tall trees that can reach heights of 150 feet, forming a thick canopy. Below this is the intermediate layer consisting of smaller trees that grow up to about 60 feet. The lowest layer is the lower layer, which includes small trees, shrubs, and ferns growing up to 30 feet. Climbing plants, parasitic plants, and grasses also grow luxuriantly in these forests. Question: What is shifting cultivation and which crops are grown using this method? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്ന ക്രോപ്സുകൾ ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ താമസിച്ചിരുന്ന ട്രൈബ്സുകൾ യൂസ് ചെയ്ത ഒരു ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പറയുന്നത്. ഇതിനൊരു മറ്റൊരു പേര് വന്നിട്ട് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫാമേഴ്സ് വന്നിട്ട് ആ ഫോറസ്റ്റിലുള്ള ഒരു ചെറിയൊരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് അവിടെ അവർ വെജിറ്റേഷൻ നടത്തും. അവിടെയുള്ള സോയിലിന്റെ ഫെർട്ടിലിറ്റി ലോസ് ആവുന്ന വരെ അവിടെ അവർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത് ടാപ്പിയോക്ക, മെയ്സ്, യാം, ബനാനാസ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Shifting cultivation is a traditional farming method used by tribes in equatorial rainforest. It is also known as slash and burn agriculture. Farmers clear a small area of the forest by cutting and burning the trees and vegetation. Then they cultivate crops on this cleared land until the soil loses its fertility after a few years. Crops like manioc, that is tapioca, yam, maize and bananas are commonly grown using this method. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Who are pygmies and what is their traditional lifestyle? പിഗ്മീസ് പറയുന്നത് ആരാണ്? അവരുടെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ എന്താണ്? പിഗ്മീസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിൽ താമസിച്ചിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവിടെ കാണപ്പെട്ടിരുന്ന ആളുകളാണ്. ഇവർ വന്നിട്ട് ട്രഡീഷണലി നൊമാഡിക് ലൈഫ് സ്റ്റൈലിലാണ് ജീവിച്ചിരുന്നത്. അതായത് ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്തിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവർ മെയിനായിട്ട് അവരുടെ സർവൈവിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അവർ ഹണ്ടിങ്ങും ഗാദറിങ്ങും ഒക്കെയാണ് മെയിനായിട്ട് അവരുടെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവർ ജീവിച്ചിരുന്നത് ചെറിയ ടെമ്പററി ആയിട്ടുള്ള ഹട്ട്സുകളിലാണ്. അതായത് ഈ ഹട്ട്സ് പറയുന്നത് ലീവ്സും ബ്രാഞ്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The pygmies are indigenous people found in the Congo basin of Africa. Traditionally, they live a nomadic lifestyle, moving from place to place. They depend on the forest for their survival, getting food by hunting animals and gathering fruits, honey, and roots. They live in small temporary huts made from leaves and branches and have a culture that is closely connected to the forest environment. Question: What are the main plantation crops grown in the equatorial region today? ഈ കാലത്ത് ഇക്വറ്റോറിയൽ റീജിയനിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റേഷൻ ക്രോപ്സുകൾ ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ റീജിയനിൽ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് യൂറോപ്യൻസ് ആണ്. അവിടുത്തെ ക്ലൈമറ്റ് വന്നിട്ട് ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത് റബ്ബർ, കൊക്കോ, ഷുഗർ കെയിൻ, കോഫി, ടീ, കോക്കനട്ട്, ഓയിൽ പാംസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Plantation agriculture was introduced to the equatorial region by Europeans. The climate is highly suitable for growing crops that are important for industries.
The most important plantation crop is rubber, with Malaysia and Indonesia being the leading producers. Another major crop is cocoa, which is used to make chocolate. Other significant plantation crops include oil palm, coconuts, sugarcane, coffee, and tea. Question: what are the major challenges faced by people living in the equatorial climatic region? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ താമസിച്ചിരുന്ന ആളുകൾ ഫേസ് ചെയ്ത മേജർ ചാലഞ്ചുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനകത്തുള്ള ഹോട്ടും വെറ്റ് ക്ലൈമറ്റ് വന്നിട്ട് പ്ലാന്റ്സിന് ഗുഡ് ആണെങ്കിലും അത് വന്നിട്ട് അവിടെയുള്ള ഇൻസെക്ട്സും അതുപോലെ പെസ്റ്റിനെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇത് വന്നിട്ട് അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഡെൻസ് ആയതുകൊണ്ട് റോഡ്സും റെയിൽവേസൊക്കെ ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിനും ആ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൂടാതെ വൈൽഡ് അനിമൽസും അതുപോലെ പോയിസണസ് ക്രിയേച്ചേഴ്സിനൊക്കെ ഈ ഹ്യൂമൻ ലൈഫിന് വളരെയധികം ത്രെട്ടായിരുന്നു. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The hot and wet climate, while good for plants, also helps in the spread of insects and pests. This leads to a high occurrence of diseases like sleeping sickness and yellow fever. The dense forests make it very difficult and expensive to build and maintain roads and railways. This lack of transportation hinders development and isolates many communities. Wild animals, poisonous creatures, and difficult terrain also pose a threat to human life and activities. Question: describe the location and extent of the tundra climatic region. Tundra climatic region ലൊക്കേഷനും എക്സ്റ്റെൻറ്റും കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ വന്നിട്ട് ടൈഗ റീജിയൻ്റെ നോർത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റീജിയൻ വന്നിട്ട് നോർത്ത് അമേരിക്കൻ്റെയും യുറേഷ്യൻ്റെയും നോർത്തേൺ പാർട്സിലും സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയാസ് പറയുന്നത് ഗ്രീൻലാൻഡ്, സൈബീരിയ, അലാസ്ക, നോർത്തേൺ കാനഡ എന്നിവയൊക്കെയാണ്. തുന്ദ്ര റീജിയനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആർട്ടിക് തുന്ദ്രയും രണ്ടാമത്തത് ആൽപൈൻ തുന്ദ്രയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Tundra climatic region is located to the north of the taiga region, mostly along the Arctic coast. It spreads across the northern parts of continents like North America and Eurasia. This includes areas like northern Canada, Alaska, Siberia, and Greenland. The tundra can be divided into Arctic tundra, found in the low-lying polar areas, and alpine tundra, found in high mountainous regions. Question: explain the main characteristics of the tundra climate. തുന്ദ്ര ക്ലൈമറ്റിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. തുന്ദ്ര ക്ലൈമറ്റ് പറയുന്നത് ലോ ടെമ്പറേച്ചറും അതുപോലെ ഷോർട്ട് സമ്മേഴ്സുമാണ് വരുന്നത്. വിൻറ്റേഴ്സ് പറയുന്നത് ലോങ്ങും ഹാർഷും ആണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -25 മുതൽ -35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ സമ്മേഴ്സ് പറയുന്നത് വളരെ ഷോർട്ടും കൂളും ആണ്. ഈ ഒരു റീജിയനിൽ വന്നിട്ട് കുറച്ച് പ്രസിപ്പിറ്റേഷനാണ് റിസീവ് ചെയ്യുന്നുള്ളൂ. അതേസമയം ബ്ലിസാർഡ്സ് പോലെയുള്ള സ്ട്രോങ്ങും കോൾഡ് സ്നോ സ്റ്റോംസ് ആണ് ഇവിടുത്തെ വിൻ്ററിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The tundra climate is characterized by extremely low temperatures and a very short summer. Winters are very long and harsh, with the average temperature falling between -25 and -35 degrees Celsius. Summers are short and cool, with temperatures rising just above freezing for only a few weeks. The region receives very little precipitation, which mainly falls as snow. Strong, cold snowstorms, called blizzards, are a common feature of the winter here. Question: why does the tundra region experience long days and long nights? എന്തുകൊണ്ടാണ് തുന്ദ്ര റീജിയന് ലോങ് ഡേയ്സും ലോങ് നൈറ്റ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇപ്പോൾ തുന്ദ്ര റീജിയൻ വന്നിട്ട് ഡേയും നൈറ്റും ലോങ് പീരീഡ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം നോർത്ത് പോളിലുള്ള അതിൻ്റെ ലൊക്കേഷനാണ്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ വന്നിട്ട് സണ്ണിൻ്റെ നേരെ ടിൽഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നോർത്ത് പോളിൽ വന്നിട്ട് ഒരു 6 മാസത്തിന് കണ്ടിന്യൂസ് ഡേ ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യും.
അതേസമയം ഈ നോർത്തേൺ ഹെമിസ്ഫിയർ വന്നിട്ട് സണ്ണിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ടിൽഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നോർത്ത് പോളിന് വന്നിട്ട് ഒരു 6 മാസത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ നൈറ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിന നമ്മൾ പറയുന്നതാണ് പോളാർ ഡേ അല്ലെങ്കിൽ പോളാർ നൈറ്റ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: The tundra region experiences long periods of day and night because of its location near the North Pole. The Earth is tilted on its axis as it revolves around the Sun. During the period when the northern hemisphere is tilted towards the Sun, the North Pole experiences continuous daylight for about 6 months. Conversely, when the northern hemisphere is tilted away from the Sun, the North Pole experiences continuous darkness or night for about 6 months. This phenomenon is known as the polar day and polar night. Question: Describe the natural vegetation found in the tundra region. Tundra region കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ടുണ്ട്ര റീജിയനിൽ വന്നിട്ട് എക്സ്ട്രീം കോൾഡും അതുപോലെ ലോങ് വിൻറ്റേഴ്സും അതുപോലെ സൺലൈറ്റ് ഒക്കെ കുറവ് കാരണം നാച്ചുറൽ വെജിറ്റേഷൻ വന്നിട്ട് അവിടെ വളരെ കുറവാണ്. ഈ ഒരു റീജിയനിൽ നമുക്ക് മരങ്ങളൊന്നും കാണാൻ കഴിയില്ല. അതിന് പകരം നമുക്കവിടെ കാണാൻ കഴിയുന്നത് സ്മോൾ ആയിട്ടുള്ള ഹാർഡി പ്ലാന്റ്സ് ആണ്. അതായത് ലിച്ചൻസ്, സെഡ്ജസ്, ലോ ലേയിങ് ബുഷസ് പോലെയുള്ള സ്മോൾ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Natural vegetation in the tundra is very scanty due to the extreme cold, long winters and insufficient sunlight. There are no trees in the tundra region. The vegetation mainly consists of small hardy plants that can survive the harsh conditions. These include mosses, lichens, sedges and low-lying bushes. In some places, dwarf willows and stunted birches can also be found. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Question: Who are the Eskimos and what is their traditional way of life? Eskimos പറഞ്ഞാൽ ആരാണ്, അവരുടെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് എന്താണ്? ടുണ്ട്ര റീജിയനിൽ, അതായത് ഗ്രീൻലാൻഡ്, നോർത്ത് കാനഡ ആൻഡ് അലാസ്കയിൽ താമസിച്ചിരുന്ന ജനങ്ങളെയാണ് എസ്കിമോസ് എന്ന് പറയുന്നത്. ഇവരും ഒരു നൊമാഡിക് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അതായത് ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ആയിരുന്നു അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. വിന്റർ സീസണിൽ അവർ ഇഗ്ലൂസ് പോലെയുള്ള ടെമ്പററി ഷെൽട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അതേസമയം സമ്മറിൽ വന്നിട്ട് അനിമൽസിൻ്റെ സ്കിന്നോണ്ട് ഉണ്ടാക്കിയ പോർട്ടബിൾ ടെൻസിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Eskimos, also known as Inuit, are the indigenous people of the tundra in Greenland, North Canada and Alaska. Traditionally, they led a nomadic life based on hunting and fishing for subsistence. They hunted animals like seals, whales, and caribou for food, clothing, and tools. During the winter, they lived in temporary shelters called igloos, which are dome-shaped houses made from blocks of snow. In the summer, they lived in portable tents made of animal skin. Question: What is the main occupation of the tribal groups in the Eurasian tundra? യൂറേഷ്യൻ ടുണ്ട്രയിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ മെയിൻ ഓക്യുപ്പേഷൻ എന്താണ്? ഇപ്പോൾ യൂറേഷ്യൻ ടുണ്ട്ര പറയുന്നത് സൈബീരിയയും അതുപോലെ തന്നെ സ്കാൻഡിനേവിയ പോലത്തെ റീജിയൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ വന്നിട്ട് നൊമാഡിക് ലൈഫ് തന്നെയാണ് നയിച്ചിരുന്നത്. അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ പറയുന്നത് റെയിൻഡർ ഹെർഡിംഗ് ആണ്. സൈബീരിയൻ തുന്ദ്രയിലുള്ള ചില പാർട്സുകളിൽ വന്നിട്ട് അവർ വന്നിട്ട് ഒരു ഫാംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള മെയിൻ അവരുടെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് റിയറിങ്ങും അതുപോലെ തന്നെ അനിമൽസിൻ്റെ ഫർ ബെയറിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. In the Eurasian tundra, which includes regions like Siberia and Scandinavia, most tribal groups led a nomadic life. Their main occupation is herding reindeer. They wander with their large herds of reindeer across the vast tundra in search of pastures for the animals to graze on. In some parts of the Siberian tundra, large farms have also been established for rearing fur-bearing animals, including reindeer on a commercial scale. This practice is central to their economy and culture. Question: What are igloos and sledges? ഇഗ്ലൂസും സ്ലെഡ്ജസും പറഞ്ഞാൽ എന്താണ്? ടുണ്ട്രയുടെ ട്രഡീഷണൽ ലൈഫുമായി അസോസിയേറ്റ് ചെയ്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് ഇഗ്ലൂസും സ്ലെഡ്ജസും.
ഇഗ്ലൂ പറയുന്നത് എസ്കിമോസ് ഉണ്ടാക്കിയ ടെമ്പററി ആയിട്ടുള്ള ഡോം ഷേപ്ഡ് ഷെൽട്ടർ ആണ്. അത് വന്നിട്ട് ഹാർഡായിട്ടുള്ള സ്നോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ലെഡ്ജ് വന്നിട്ട് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. ഇത് വന്നിട്ട് സ്ലൈഡ് ചെയ്ത് പോകാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Igloos and sledges are two important things associated with the traditional life in the tundra. An igloo is a temporary dome-shaped shelter made by Eskimos using blocks of hard snow. It was used as a house during the harsh winter hunting seasons. A sledge is a type of vehicle that slides over snow and is used for transportation. Traditionally, these sledges were pulled by teams of strong dogs. Question. Explain the concept of doldrums. ഡോൾഡ്രംസ് കൺസെപ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ലോ പ്രഷർ റീജിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയനിൽ വന്നിട്ട് വർഷം മുഴുവനും നല്ല സോളാർ എനർജി, അതായത് ഹൈ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള എയർ വന്നിട്ട് ഹീറ്റ് ആവുകയും റൈസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് വന്നിട്ട് ഒരു ലോ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഈ റീജിയൻ എന്ന് പറയുന്നത് നോർത്തേണിലും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും വരുന്ന ട്രേഡ് വിൻഡ്സ് മീറ്റ് ചെയ്യുകയും അതുപോലെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡോൾഡ്രംസ് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ ലോ പ്രഷർ റീജിയൻ ദാറ്റ് ഡെവലപ്സ് അലോങ് ദ ഇക്വേറ്റർ. The equatorial region receives a high amount of solar energy throughout the year, causing the air to heat up and rise. This creates a zone of low pressure where the horizontal movement of air is minimal. It is also the region where the trade winds coming from the northern and southern hemispheres meet and converge. This convergence often leads to atmospheric disturbance and rainfall. Question. What are arboreal animals? Give some examples from the equatorial rainforest. അർബോറൽ അനിമൽസ് പറഞ്ഞാൽ എന്താണ്? ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ നിന്നും അർബോറൽ അനിമൽസിനുള്ള എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ അർബോറൽ അനിമൽസ് പറഞ്ഞാൽ അവരുടെ മോസ്റ്റ് ഓഫ് ദെയർ ലൈഫ്സ് ട്രീസിൽ ലിവ് ചെയ്യുന്ന അനിമൽസ് തന്നെയാണ്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മങ്കീസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഹൗളർ മങ്കീസ്, ഓറംഗൂട്ടാൻസ്, ലെമേഴ്സ് ഒക്കെയാണ് ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന അർബോറിയൽ അനിമൽസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Arboreal animals are animals that spend most of their lives living in trees. The dense, multi-layered canopy of the equatorial rainforest provides an ideal habitat for such creatures. They are adapted for climbing, swinging, and living high above the forest floor. Examples of arboreal animals found in this region include different types of monkeys like howler monkeys as well as orangutans and lemurs. Tree-dwelling reptiles like the emerald tree boa are also common. Question. What are the environmental threats faced by the tundra region? Tundra region face ചെയ്യുന്ന environmental threats ഏതൊക്കെയാണ്? ഇപ്പോൾ തുന്ദ്ര റീജിയൻ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇവർ ഫേസ് ചെയ്യുന്ന പ്രൈമറി ത്രെറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ഫ്രോസൺ ഗ്രൗണ്ട് മെൽറ്റ് ചെയ്യുക എന്നാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു ഫ്രോസൺ ഗ്രൗണ്ട് മെൽറ്റ് ആവുകയും അതിനകത്ത് കെട്ടിയിട്ടുള്ള ബിൽഡിങ്സും അതുപോലെ പൈപ്പ് ലൈൻസൊക്കെ ഡാമേജ് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ എൻറ്റയർ എക്കോസിസ്റ്റം ഇത് എഫക്റ്റ് ചെയ്യുകയും അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഇതുമൂലം റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. The tundra region is very sensitive and is severely affected by global climate change. The primary threat is the melting of permafrost, which is a permanently frozen ground. As global temperature rise, the permafrost begins to thaw. This melting can damage infrastructure like buildings and pipelines built on the frozen ground. It also disrupts the entire ecosystem, affecting the plant and animal life that is adapted to the frozen environment and can release a large amount of greenhouse gases. Question. How does convectional rainfall occur? What are the features of convectional rainfall? കൺവെൻഷണൽ റെയിൻഫാൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്?
കൺവെൻഷണൽ റെയിൻഫോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഇക്വറ്റോറിയൽ ഉള്ള ഹോട്ട് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. ഇവിടെ വന്നിട്ട് ഗ്രൗണ്ട് ഹീറ്റ് ആവുന്ന സമയത്ത്, അതായത് സൺ മൂലം ഒരു ഗ്രൗണ്ട് ഹീറ്റ് ആവുന്ന സമയത്ത് ആ ഒരു ഏരിയയിലുള്ള എയർ മേലോട്ട് വാമായിട്ട് മേലോട്ട് റൈസ് ചെയ്യും. ഈ റൈസ് ചെയ്ത എയർ കൂളാവുകയും അത് ക്ലൗഡായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ക്ലൗഡ് ഹെവി ആവുന്ന സമയത്ത് അത് റെയിനായിട്ട് താഴോട്ട് ഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് റെയിനെയാണ് നമ്മൾ കൺവെൻഷണൽ റെയിൻഫാൾ പറയുക. ഇത് ആഫ്റ്റർനൂണിലാണ് പൊതുവായിട്ട് കാണുന്നത്. വളരെ ഹെവി ആയിരിക്കും, പക്ഷെ ഷോർട്ടും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Conventional rainfall happens when the sun heats the ground strongly, making the air above it warm and rise up. As the warm air rises, it cools and forms clouds. When these clouds get heavy, rain falls. This type of rain usually happens in the afternoon and is heavy but short and often comes with thunder and lightning. It is common in hot tropical regions near the equator. Question: Does Kerala experience convectional rainfall? And in which months does this rainfall occur in Kerala? കേരളത്തിൽ കൺവെൻഷണൽ റെയിൻഫാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് മാസത്തിലാണ് ഒക്കർ ചെയ്യുന്നത്? അപ്പോൾ തീർച്ചയായും കേരളത്തിൽ കൺവെൻഷണൽ റെയിൻഫാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺവെൻഷണൽ റെയിൻഫാൾ ഉണ്ടാവുന്നത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്താണ്. അതായത് കേരളത്തിലാണെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഈ ഒരു കൺവെൻഷണൽ റെയിൻഫാൾ നമുക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഈ ഒരു റെയിന് നമ്മൾ പറയുന്നത് എടവപ്പാതി എന്നാണ്. അതായത് ഈ ഒരു റെയിൻ വരുന്നത് നല്ല ഇടിയും മിന്നലോടും കൂടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, കേരള എക്സ്പീരിയൻസസ് കൺവെൻഷണൽ റെയിൻഫാൾ. This usually happens during the pre-monsoon months of April and May when temperatures are very high. These rains are called Edavapadi in Kerala and are known for their heavy showers and thunder. Question: Why is Kilimanjaro snow covered throughout the year? എന്തുകൊണ്ടാണ് throughout the year കിളിമഞ്ചാരോ സ്നോ കവേർഡ് ആയിട്ട് ഇരിക്കുന്നത്? കിളിമഞ്ചാരോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5895 മീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ എപ്പോഴും സ്നോ കവേർഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇത് ഇക്വേറ്ററിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്തതെങ്കിലും ഇതിൻ്റെ ടോപ്പിലുള്ള എയർ വന്നിട്ട് വളരെ കോൾഡ് ആയിരിക്കും. അതുമൂലം അവിടെ സ്നോ ഫോം ചെയ്യുകയും ത്രൂ ഔട്ട് ദ ഇയർ അതിൻ്റെ ടോപ്പിൽ എപ്പോഴും സ്നോ കവേർഡ് ആയിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Kilimanjaro is always covered with snow because it is very tall, about 5895 meters high. Even though it is near the equator, the air at the top is very cold, so snow forms and stays there all year round. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.